വെൽക്കം ടു ഫീസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അറേബ്യൻ റൈസ് റെസിപ്പിയാണ് മട്ടൻ മന്തി. മട്ടൻ പീസസ് ഒന്നും ആക്കാതെ ഒരു ഫുൾ മട്ടനായിട്ട് ശരിക്കും അറേബ്യൻ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാനെല്ലാം ഇത് കുക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ഉപ്പയാണ്. മന്തി ഉപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം മന്തിയിലേക്കുള്ള മട്ടൻ കഴുകി വൃത്തിയാക്കി രണ്ട് സൈഡും കത്തി കൊണ്ടൊന്ന് വരഞ്ഞിട്ട് മാറ്റി വെക്കാം. ഇനി മന്തി ഉണ്ടാക്കാനുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ ഏലക്ക, ഗ്രാമ്പൂ, പട്ട എന്നിവ ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്തതിന് ശേഷം ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കുള്ള തക്കാളിയും പച്ചമുളകും ഒക്കെ പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ സവാള വഴന്ന് വരുമ്പോഴേക്കും ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. 7 തക്കാളിയും 12 പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പഴുത്ത തക്കാളിയാണ് എപ്പോഴും ഇങ്ങനെ പേസ്റ്റ് ആക്കി ചേർക്കാൻ നല്ലത്. ഇനി സവാള വഴറ്റിയതിലേക്ക് ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ മന്തി മസാലയുടെ മാത്രം ആ ഒരു കളറ് കിട്ടും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കുക. ഈ മസാലകളെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി മസാലയിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. മട്ടൻ വേവിച്ചതിന് ശേഷം തേക്കാനായിട്ടാണ് ഈ മസാല മാറ്റി വെക്കുന്നത്. ഇനി ബാക്കിയുള്ള മസാലയിലേക്ക് അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇതേ കപ്പിൽ തന്നെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളത്തിൽ ആദ്യം മട്ടൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇറച്ചിയിൽ പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മൂടി തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ 4 പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വീണ്ടും അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ 10 മിനിറ്റും കൂടെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു ഫോർക്ക് കൊണ്ട് ഇറച്ചി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. മട്ടൻ പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളത്തിൽ നിന്നും ഒരു ഫോയിൽ പേപ്പറിലേക്ക് മാറ്റാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല തേച്ച് കൊടുക്കുക. മസാല ഫുള്ളായിട്ട് തേച്ചതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇതിനെ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നേരത്തെ മട്ടൻ വേവിച്ച അതേ വെള്ളത്തിൽ തന്നെ അരി വേവിച്ചെടുക്കണം. നേരത്തെ വെള്ളം അളന്നൊഴിച്ച അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത അരിയാണിത്. സാധാരണ ബസ്മതി റൈസിനേക്കാളൊക്കെ നല്ലത് മന്തിയുടെ റൈസാണ്. മന്തി റൈസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണിത്. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ കുറഞ്ഞ് അരി വേവാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് ചെയ്യണത്. മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മന്തി റൈസിലേക്ക് നേരത്തെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്ത മട്ടൻ വെച്ച് കൊടുക്കുകയാണ്. ഇനിയാണ് മന്തിയുടെ ഫൈനൽ സ്റ്റെപ്പ് ചെയ്യാൻ പോണത്. ഒരു സ്റ്റീൽ ബൗളിൽ കുറച്ച് കനലിട്ടതിന് ശേഷം ഒരു സൈഡിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഈ കനലിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മന്തിയുടെ ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്.
ഇനി പെട്ടെന്ന് തന്നെ ഇതൊരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് വെക്കാം. 10 മിനിറ്റ് ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ മട്ടൻ മന്തിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ചൂടോട് കൂടെ തന്നെ ഇത് സെർവ് ചെയ്യാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണിത്. കുക്ക് ചെയ്യാനും വളരെ ഈസിയാണ്. ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഈ ഒരു റെസിപ്പിയിൽ തന്നെ നമുക്ക് ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടൊക്കെ മന്തി ഉണ്ടാക്കാൻ പറ്റും. മന്തിയിലേക്ക് ടൊമാറ്റോ ചട്നിയും ഗാർലിക് പേസ്റ്റുമാണ് കോമ്പിനേഷൻ. ഇതിലേക്കുള്ള ടൊമാറ്റോ ചട്നിയുടെ വീഡിയോ എടുത്തിട്ടില്ല. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. 3 പഴുത്ത തക്കാളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ സുർക്കയും കൂടി ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെയാണ് മന്തിയിലേക്കുള്ള ടൊമാറ്റോ ചട്നി റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഗാർലിക് പേസ്റ്റിലേക്ക് 2 മുട്ടയുടെ വെള്ളയും 2 അല്ലി വെളുത്തുള്ളിയും 1 നുള്ളു ഉപ്പും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗാർലിക് പേസ്റ്റും റെഡിയാക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഈ മട്ടൻ മന്തി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.